ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് പാട്രിയോട്ട് ആയിരുന്നു ആൻഡ് വി ഗോട്ട് 2 സീറ്റ്സ് ആൻഡ് ഓടിപ്പോയി കണ്ടു. ഞാൻ പിന്നെ ട്രെയിലർ കണ്ടിട്ടില്ല, ഒറ്റ പ്രൊമോസ് കണ്ടിട്ടില്ല. പ്രോബ്ലി ബിക്കോസ് ഐ വാസ് നോട്ട് ഫോക്കസ്ഡ് ഓൺ പേട്രിയോട്ട് എന്നുള്ളൊരു രീതിയിലല്ല നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വേറെ ഒരു മൂവിയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. കാണാൻ അങ്ങനെ കണ്ടുപോയതുകൊണ്ട് ഐ വാസ് നോട്ട് ഡിസപ്പോയിൻറ്റഡ്, റൈറ്റ്? ആൻഡ് ഐ ഡിഡ്ൻറ്റ് സീ എനി ഫയർ വർക്ക്സ്, അല്ലെങ്കിൽ ഐ ഡിഡ്ൻറ്റ് സീ എനി എന്താ പറയേണ്ട ഗ്രൗണ്ട് ഷാറ്ററിങ് മ്യൂസിക്, BGM when the mega stars walked in. Characters walked in. The characters they played. അവർ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ് ആ സ്റ്റോറിയിൽ വേണ്ട സമയത്ത് അവർ എൻട്രി ഉണ്ട് ആൻഡ് ദെൻ ദേ പെർഫോം. സെയിം കേസ് വിത്ത് മോഹൻലാൽ സർ ആൻഡ് മമ്മൂട്ടി സർ. വെൻ എവർ ദ ക്യാരക്ടേഴ്സ് നീഡ് ടു എൻട്രി, ക്യാരക്ടർ വരും, അവരവിടെ പെർഫോം ചെയ്യും. Same case with Kunjaka Bobins and Fahad Fasil, and be Nayanthara, be it Darshana, or be it Revati ma'am in the role ആയാലും ആരൊക്കെ എന്ത് ചെയ്യണോ, സ്റ്റാർസിൻ്റെ ആ ഒരു എന്താ പറയേണ്ട ധമാക്ക അതൊന്നും ആലോചിച്ചിട്ട് പോകരുത്. ഓക്കെ, ആൻഡ് ഇത് പല ത്രെഡുകളും വീവ് ചെയ്തുണ്ടാക്കുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് കുറേ ലൊക്കേഷൻസ് ഉണ്ട്, വിച്ച് ഇസ് നൈസ് ടു സീ. ആൻഡ് ദെൻ VFX ഒക്കെ കുറച്ച് ഇഫക്ട്സ് വേണമല്ലോ. ഐ മീൻ അല്ലാതെ ഇപ്പോൾ ഈ കാലത്ത് സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ വോണ്ട് ഹാവ് ദാറ്റ് ഹൂപ്സ് ഇഫക്റ്റ് എന്നുള്ളത്. പക്ഷെ അതൊക്കെ പാകത്തിനുണ്ട്. മ്യൂസിക് ഈസ് ഗുഡ്. സം പ്ലേസസ് ഇറ്റ് ലിറ്റിൽ ജാറിങ്, പക്ഷേ ഇറ്റ്സ് ഓക്കെ, നമുക്ക് കേട്ടിരിക്കാം. അങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നു ഓർമ്മിച്ച് വെക്കാനുള്ള പാട്ടുകളോ അങ്ങനത്തെ ഒന്നും കാലത്തില്ലാത്ത പോലെ തന്നെ ഈ മൂവിയിലുള്ളൂ. പക്ഷേ ആ സിറ്റുവേഷനനുസരിച്ചിട്ട് യെസ്, ദേ ഹാവ് ഗിവൺ എ പെപ്പി സോങ്. ചില ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ ആൻഡ് ദർശനയുടെ ഒരു ചെറിയൊരു 2-3 മിനിറ്റ്സിൻ്റെ ഒരു അവരൊരു ടുഗെദർനെസ്സിൻ്റെ ഒരു പാട്ടുണ്ട്. ആൻഡ് ദ സർപ്രൈസ് പാക്കേജ് ഫോർ മീ വാസ് ഐ ഡിഡ്ന്റ് നോ ഹു ഫഹദ് ഫാസിലിൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് ആരും അറിയണ്ടായിരുന്നു. ലേറ്റ് ഐ കെയിം ടു നോ ദാറ്റ് ഡയറക്ടർ രാജീവ് മേനൻ ആയിരുന്നു ആണെന്നുള്ളത്. ഐ മീൻ നൈസ് സ്ക്രീൻ പ്രസൻസ് ആൻഡ് എവ്രിബഡി ഹാസ് ഡൺ ദെയർ ജോബ് വെൽ. Now how you see it is ടുഗെദർ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് മൂവി. അല്ല നമ്മൾ ഒരാളുടെ മാത്രം പെർഫോമൻസ് തിരഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ മമ്മൂട്ടി സാർ ഇങ്ങനെ ചെയ്യണം, മോഹൻലാൽ സാർ മുണ്ട് മടക്കി കുത്തുന്ന ഒരു ഐക്കോണിക് സീൻ വേണം എന്നൊക്കെ വലിച്ചു പോയി കഴിഞ്ഞാൽ അതൊന്നും കാണാൻ കിട്ടില്ല. കാരണം അവരുടെ ക്യാരക്ടേഴ്സൊന്നും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അല്ല. പിന്നെ പഴയ സ്റ്റാർസിൻ്റെ ആ ഒരു ആങ്കറിങ്ങും പുതിയ സ്റ്റാർസിൻ്റെ ആ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആക്ടിങ്ങും കാണാൻ നല്ല രസമാണ്. പിന്നെ ഈ രണ്ടുപേരുടെയും ബോണ്ടിങ്, അവർക്ക് അധികം ഡയലോഗ്സ് ഒന്നുമില്ല, പക്ഷേ എക്സ്പ്രഷൻസാണ്, ആ ടുഗെദർനെസ്, അവരുടെ ആ ഒരു അത് സ്ക്രീനിൽ നമ്മളിനി അത് കണ്ടിട്ട് എന്ന് തോന്നുകയാണോ അല്ല ശരിക്ക് ഉള്ളത് അവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് തോന്നാറുണ്ട്. സോ എല്ലാം കൊണ്ടും ഇറ്റ്സ് എന്താ പറയേണ്ടത് മൂവി ദാറ്റ്